രക്ഷയുടെ പാതയിൽ. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നിച്ചിരിക്കും മാഷേ. നിങ്ങളെന്താ ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കണേ? നമ്മളൊക്കെ യേശുവിനെ അനുഭവിച്ച ജനമല്ലേ? അപ്പോൾ സന്തോഷത്തോടെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോവാം. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും കൈകൂപ്പിയേ. ദേ അവിടെ മനു കൈകൂപ്പിയിട്ടില്ല കേട്ടാ. മനു ഒന്ന് കൈകൂപ്പിയേ. എല്ലാവരും കണ്ണുകളടച്ചേ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളിന്ന് പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരു നല്ല ക്രിസ്തു ശിഷ്യനായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂടെ എപ്പോഴും കൂട്ടായിരിക്കണമേ. എല്ലാവരും കണ്ണു തുറന്നു. കഴിഞ്ഞ പാഠഭാഗത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? ഓർമ്മയുണ്ടാ? പാപികളെ തേടി വരുന്ന ഈശോയെക്കുറിച്ച് പഠിച്ചു അല്ലേ? നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഏഴാം പാഠം. എല്ലാവർക്കും അറിയോ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യിൽ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ അമ്മച്ചോടൊന്ന് പറഞ്ഞ് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുതരാൻ. വിശുദ്ധ ഗ്രന്ഥം ഉണ്ടോ നോക്കിയാൽ അതും നമുക്ക് ഇപ്പോൾ ആവശ്യമുണ്ട്. ഇപ്പോൾ ഏഴാം പാഠത്തിൻ്റെ തലക്കെട്ട് എന്താ? നമ്മുടെ മുറിവുകൾ ഏറ്റെടുക്കുന്ന ഈശോ. നിങ്ങൾ ഈ പാഠഭാഗത്തിൽ പഠിക്കാൻ പോകുന്ന 3 കാര്യങ്ങളുള്ളത്. 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പഴയ നിയമ പ്രവചനങ്ങൾ. രണ്ടാമത്തെ കാര്യമാണെന്ത്? പുതിയ നിയമത്തിലെ പ്രവചനങ്ങൾ. പിന്നെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതിനേക്കാളും മുമ്പ് ഹെഡിങ്ങിലുള്ള നമ്മുടെ മുറിവുകൾ ഉണക്കുന്ന അല്ലെങ്കിൽ മുറിവുകൾ ഏറ്റെടുക്കുന്ന ഈശോ അല്ലേ? നമ്മുടെ മുറിവുകൾ എന്താണ്? മുറിവുകൾ, നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടാവാറുണ്ടോ? നമുക്ക് 2 തരത്തിൽ മുറിവുകളുണ്ടാവും. ബാഹ്യമായ മുറിവുകളുണ്ടാവും, ആന്തരികമായ മുറിവുകളുണ്ടാവും അല്ലേ? ബാഹ്യമായ മുറിവുകൾ എന്ന് പറയുന്നത് നമ്മളൊന്ന് പെട്ടെന്ന് ഓടിപ്പോയ അല്ലേ, പെട്ടെന്ന് വീണു, അപ്പോൾ നമ്മുടെ കൈ പൊട്ടും, അത് ബാഹ്യമായ മുറിവുകളാണ് അല്ലേ? പിന്നെ ആന്തരികമായ മുറിവുകൾ എന്താ? ചിലപ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സങ്കടം വരും, അമ്മ ചീത്ത പറയുമ്പോൾ അല്ലേ? കൂട്ടുകാരൻ നമ്മളോട് വഴക്ക് പറയുമ്പോൾ നമുക്കൊന്ന് സങ്കടം വരും. അതെന്താ? ആന്തരികമായ മുറിവുകളാണ്. എങ്കിൽ ഈ മുറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാണ്? വാക്കിലൂടെ ഉണ്ടാവും. നമ്മളെ ഒരു കൂട്ടുകാരൻ ചീത്ത പറയാണ്, നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ മിസ് ചീത്ത പറയുക അല്ലേ, നമുക്ക് വേദനിക്കും. പിന്നെ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഉണ്ടാവും. നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ പിച്ചി അല്ലെങ്കിൽ ചേട്ടൻ തല്ലി, അതുവഴിയൊക്കെ നമുക്ക് എന്താ? വേദനകളുണ്ടാവും അല്ലേ? അടുത്തത് എന്താ? ഉപേക്ഷ. എന്താ ഉപേക്ഷ? നിങ്ങൾ ക്ലാസ്സിലൊക്കെ പോകാറുണ്ടല്ലേ? നിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കൂട്ടുകാരന് ഒരു ദിവസം പേന കൊണ്ടുവരാൻ മറന്നു. അപ്പോൾ നിങ്ങൾ പേന കൊടുക്കുമോ? നിങ്ങളുടെ കയ്യിൽ 2 പേനയുണ്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കൊടുക്കില്ല. അപ്പോൾ ഉപേക്ഷ. നമ്മുടെ ചെയ്യേണ്ട നന്മ എന്താണെന്ന് നമുക്കറിയാം, പക്ഷെ അത് ചെയ്യാതിരിക്കുക, അതെന്താണ്? ഉപേക്ഷയാണ്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്. അപ്പം മുറിവുകളെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മുറിവുകളൊക്കെ ഏറ്റെടുത്ത ഈശോയെക്കുറിച്ചാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു പോവേ. പഴയ നിയമം എവിടെയാണ് ഉള്ളത്? വിശുദ്ധ ഗ്രന്ഥം. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം കണ്ടിട്ടില്ലേ? ബൈബിള്. നിങ്ങൾ ബൈബിൾ എടുക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. എപ്പോഴും എന്ത് ചെയ്യണം? ബൈബിൾ എടുക്കുമ്പോഴും വായന കഴിയുമ്പോഴും ചുംബിക്കണം. അടുത്തത് ഈ പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ പ്രവചനങ്ങൾ പറയുന്ന വ്യക്തികൾ ആരാ? പ്രവാചകന്മാർ. ഏറ്റവും വലിയ പഴയ നിയമത്തിലെ പ്രവാചകനാണ് ആര്? ഏശയ, ഏലിയ, പിന്നെ ഒരുപാട് പ്രവാചകന്മാരുണ്ട്, ജെറമിയ അല്ലേ? പുതിയ നിയമത്തിലും ഉണ്ട് ഒരു പ്രവാചകൻ, അറിയോ? നിങ്ങൾ 2ാം പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും ആ പ്രവാചകനെ കുറിച്ച്. സ്നാപക യോഹന്നാൻ അല്ലേ? അപ്പോൾ ഈ പ്രവാചകന്മാരുടെ കടമ എന്താണ്? ദൈവിക പദ്ധതികൾ മുൻകൂട്ടി ദൈവജനത്തെ അറിയിക്കുക. അതാണ് പ്രവാചകന്മാർ ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സഹനദാസനെ കുറിച്ച്. സഹനദാസൻ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദാസനാണ്. ഏശയ്യയുടെ പുസ്തകത്തിലാണ് നമ്മളിത് കാണുക. ഏശയ്യയുടെ പുസ്തകത്തിലെ കർത്താവിൻ്റെ ദാസൻ 4-ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതുകൂടാതെ 3 വട്ടം ഏശയ്യ കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ബൈബിളിൽ നോക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് ഇന്നത്തെ നിങ്ങളുടെ ഹോംവർക്ക്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചേ. ഓക്കെ, മിടുക്കന്മാരായിട്ട് എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ കർത്താവിൻ്റെ സഹനദാസനെ കുറിച്ച് നമ്മൾ പഠിക്കുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സഹനങ്ങളുണ്ടാവും? അതുപോലെ തന്നെ ഈശോയ്ക്കും സഹനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിയേ.
അവിടെ പറയുന്നത് കണ്ട, ഈശോയെ കണ്ടവർ എന്തുപോയി? അമ്പരന്ന് പോയി. കാരണം അത്രയ്ക്കും രൂപത്തിൽ ഈശോയുടെ ശരീരത്തിൽ മുറിവുകളായിരുന്നു. ഒരുപാട് വേദനകൾ ബാഹ്യമായിട്ട് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ? അടുത്ത പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വാക്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. എന്ത്? ഈശോ ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും ആന്തരികമായി നിന്ദിക്കപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു അല്ലേ? കാരണം എന്താ? പലവരും ഈശോയുടെ മുഖത്ത് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം എവിടെ വെച്ച് പറഞ്ഞു? ഈശോയെ കുറിച്ച് പറഞ്ഞു, പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് പറയുന്നു അല്ലേ? അങ്ങനെ ഒരുപാട് സഹനങ്ങളുണ്ടായി. ഇതൊക്കെ പറ്റിയപ്പോൾ നമ്മൾ എന്താ കരുതിയത്? അല്ലെങ്കിൽ അന്നത്തെ ജനങ്ങൾ എന്താ കരുതിയത്? ഇത് ദൈവം അവന് കൊടുത്ത ശിക്ഷയാണെന്നാണ് കരുതിയത്. പക്ഷെ അവിടെയാണ് തെറ്റിയത് എല്ലാവർക്കും. ഇത് ശിക്ഷയായിരുന്നില്ല. കാരണം ഈശോ അവിടെ സഹിച്ചത് നമ്മുടെ വേദനകളാണ്. ഈശോ അവിടെ വഹിച്ചത് നമ്മുടെ മുറിവുകളും വേദനകളാണ്. നമ്മുടെ അകൃത്യങ്ങൾക്കും അക്രമങ്ങൾക്കും വേണ്ടിയാണ് ഈശോ എന്ത് മുറിവേറ്റത്. പക്ഷെ ഇതൊന്നും പണ്ടത്തെ നിയമജനതയ്ക്ക് മനസ്സിലായില്ല. ഈശോ രക്ഷകനാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് പേർക്ക് കഴിഞ്ഞില്ല. ഈശോ അങ്ങനെ സഹനങ്ങളൊക്കെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ബലിയായിത്തീർന്നു. ചമ്മട്ടി കൊണ്ട് അടിയേറ്റു അല്ലേ? മുൾമുടി ചാർത്തി ഈശോയെ. അങ്ങനെ ഒരുപാട് പരിഹാസങ്ങൾ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ഇതാണ് നമുക്ക് ഏശയ്യാ പ്രവാചകൻ പണ്ടത്തെ കാലത്ത് പ്രവചിച്ച കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ എല്ലാവരും കേട്ട് മടുത്താ? നമുക്കൊരു ഡ്രിങ്ക്സ് ബ്രേക്ക് എടുക്കാം വേണമെങ്കിൽ. ഡ്രിങ്ക്സ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ആരും പോകണ്ട. ചേട്ടൻ ഒരു വീഡിയോ കാണിക്കുക. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോളൂ. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടില്ലേ? എന്താ വീഡിയോയിൽ പറയുന്നത്? നമ്മുടെ കൂട്ടുകാരുടെ വേദനകളും കുറവുകളും കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ സ്നേഹിക്കണം, അവരെ സഹായിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ വീഡിയോ? നമ്മുടെ കാട്ടിലെ കുറേ സുഹൃത്തുക്കളൊക്കെ പോയിട്ടൊരു ക്ലാസ്സിൽ പോയിരിക്കണതാ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയ നിയമത്തിലെ പീഡാനുഭവ പ്രവചനങ്ങളാണ്. പീഡാനുഭവ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഈശോ നമ്മൾ പഠിച്ച ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കണ്ട സഹനങ്ങളും പീഡകളും കണ്ടു അല്ലേ? അതെല്ലാം ഈശോ മുൻകൂട്ടി പ്രവചിച്ചു. എത്ര പ്രാവശ്യം പ്രവചിച്ചു? 3 പ്രാവശ്യം പ്രവചിച്ചിട്ടുണ്ട്. ഈ പ്രവചനങ്ങളൊക്കെ നമ്മൾ എവിടെ രേഖപ്പെടുത്തിയേക്കുന്നത്? നമ്മുടെ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങളിൽ അല്ലേ? നിങ്ങൾ സുവിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര സുവിശേഷമുണ്ട്? 4 സുവിശേഷമുണ്ട്. സമാന്തര സുവിശേഷങ്ങൾ എന്നിട്ടൊരു നിങ്ങൾ ഹെഡിങ് കണ്ടില്ലേ? എന്താ സമാന്തര സുവിശേഷങ്ങൾ? വിശുദ്ധ മത്തായി, വിശുദ്ധ മാർക്കോസ്, വിശുദ്ധ ലൂക്ക അല്ലേ? ഈ 3 സുവിശേഷങ്ങളെയാണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതിന് കാരണം ചേട്ടൻ നിങ്ങളോട് പറയാട്ടാ. ഒന്നാമത്തെ പീഡാനുഭവ പ്രവചനം എടുക്കുക. അതെവിടെയാണ്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ പറയുന്ന പ്രവചനം നോക്കിക്കഴിഞ്ഞാൽ ഈശോ ഒരുപാട് സഹിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അല്ലേ? നിയമജ്ഞർക്ക് ഏൽപ്പിക്കപ്പെടും, പ്രധാന പുരോഹിതർക്ക് ഏൽപ്പിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഈശോ താൻ സഹനത്തിൻ്റെ പുത്രനാണെന്ന് സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. ആരോട്? ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു രാജാവായിരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്? അധികാരങ്ങൾ അല്ലേ? ഒരുപാട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ച അവൻ വലിയ ആളായി അല്ലേ? അവരെല്ലാവരും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആരാധിക്കും. പക്ഷേ ഈശോയുടെ രാജ്യമെന്ന് പറയുന്നതാണ് സഹനത്തിൻ്റെതായിരുന്നു അല്ലേ? ദൈവിക പദ്ധതികൾക്ക് എതിരെ എന്ത് വന്നാലും എന്ത് ചെയ്യും ഈശോ? അത് സാത്താനായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രവചനം പറഞ്ഞപ്പോൾ ശിമിയോൻ പത്രോസ് എന്താ പറഞ്ഞത്? ടെക്സ്റ്റ് ബുക്ക് നോക്കി നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താ കണ്ടേക്കണത്? ശിമിയോൻ പത്രോസ് ഈശോയുടെ പീഡാനുഭവ പ്രവചനം പറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവേ നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈശോ പത്രോസിനോട് പറയുന്നത്? സാത്താനെ നീ എൻ്റെ മുൻപിൽ നിന്ന് പോവുക.
നിങ്ങൾ പറയോ നിങ്ങളോടൊരു വേദന, നിങ്ങൾക്കിത് വേദന ഉണ്ടാകാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് വേദനിക്കുമ്പോൾ നിങ്ങൾ അവനോട് പറയേ എടാ നിനക്ക് ഈ വേദന ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ, ഇതിങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്നോട് പറയോ സാത്താനെ ദൂരെ പോവുക? ശരിക്കും ഈശോയ്ക്ക് അറിയായിരുന്നു നമുക്കൊരു വേദന വരുമെങ്കിൽ അതെന്താണ്, അത് ഈശോയുടെ പദ്ധതിയായിരുന്നു, നമുക്ക് സഹിക്കാനുള്ള ഒരവസരമായിട്ടാണ് കരുതേണ്ടത്. അങ്ങനെ ഈശോയെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം കൂടുതലായിട്ട്. ഈ 1-ാം പ്രവചനവും 2-ാം പ്രവചനവും 3-ാം പ്രവചനവും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇത് തന്നെ നമുക്ക്, നിങ്ങൾ ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ 1-ാം പ്രവചനത്തിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എന്നൊക്കെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വായിക്കണം. നമ്മുടെ ഇന്ന് പോയിട്ട് നിങ്ങൾ അപ്പച്ചനോട് ചോദിക്കണം, അപ്പച്ചനെ അറിയോ എന്താ സമാന്തര സുവിശേഷങ്ങളെന്ന് എന്ന് ചോദിക്കണം കേട്ടാ. ചിലപ്പോൾ അപ്പച്ചനൊന്നും അറിയാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കോർ ചെയ്യാം. നല്ല മിടുക്കനാവാം അപ്പച്ചൻ്റെ മുമ്പിലും അമ്മച്ചിയുടെ മുമ്പിലൊക്കെ. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ ഇന്ന് 2 കാര്യങ്ങളാണ് പഠിച്ചേക്കണത്. എന്താ പഠിച്ചു? പഴയ നിയമത്തിലെ യേശയ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങൾ പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? പുതിയ നിയമത്തിലെ പീഡാനുഭവ പ്രവചനങ്ങൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, സഹിക്കാൻ ഈശോയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം എന്താ? ദൈവം കൊടുത്ത, പിതാവായ ദൈവം കൊടുത്ത ഒരു അവസരമായിട്ട് ഈശോ അതിനെ കണ്ടത്. അതുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്ത് സഹനദാസനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോയെ. സഹനങ്ങളുടെ പുത്രൻ എന്നാണ് നമ്മൾ പലപ്പോഴും പറയപ്പെടുന്നത്. ഓക്കെ, 2 കാര്യങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈശോയോട് പറയുമോ, ഈശോയെ അയ്യോ ഇതെനിക്ക് വേണ്ടായിരുന്നു കേട്ടോ അല്ലേ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വിജയിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു പനി വന്ന് അല്ലേ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന മനസ്സിൽ വന്ന്, അപ്പോഴൊക്കെ നമ്മൾ പറയുമോ എന്നാലും ഈശോയെ ഞാൻ ഇന്ന് വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചതല്ലേ, കുർബാനയ്ക്ക് വന്നതല്ലേ? അതൊക്കെ ഒരു അവസരമാണ്. ഇതൊക്കെയാണ് വിശുദ്ധ അൽഫോൺസമ്മയും വിശുദ്ധാത്മാക്കളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അവർ വിശുദ്ധരാകാനുള്ള കാരണം. സഹിക്കാനുള്ള അവസരങ്ങളെ അവരെന്ത് ചെയ്തു? ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിയാറായി, പെട്ടെന്ന് കഴിഞ്ഞു. നമുക്ക് ബോറടിച്ചാ? ഒരു 15 മിനിറ്റ് ഈശോയോടൊപ്പം ഇരുന്ന് ഈശോ അനുഭവിച്ചപ്പോൾ ബോറടിച്ചാ? ഇല്ലല്ല. മിടുക്കന്മാരായിട്ട് കേട്ട് നിന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സും പിന്നെ ക്ലാപ്പൂട്ടാ. അപ്പോൾ നമ്മളിങ്ങി പ്രാർത്ഥിക്കാൻ പോയി ഈശോയെ കുറിച്ചിട്ട്. ഇനി സ്ക്രീനിൽ കാണുന്ന പ്രാർത്ഥന എല്ലാവരും ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ മുറിവുകൾ ഏറ്റെടുത്ത് ബലിവസ്തുവായി തീർന്ന ഈശോയെ, ദൈവിക പ്രവചനങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അങ്ങയെപ്പോലെ സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞ് ദൈവേഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അപ്പം മിടുക്കന്മാരായിട്ട് കേട്ടുനിന്നിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് ക്ലാപ്പ് ഇട്ടാ. അപ്പോൾ നമുക്കിനി അടുത്ത ആഴ്ച ബാക്കി കാണാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.